TJ ട്രാവൽ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മളിവിടെ ഹൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്തത് സെപ്റ്റംബർ മാസത്തിലാണ്. പക്ഷേ ഈ സമയം ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയി, ഇപ്പം ഫിഷിങ്ങിന് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ 2 പ്രാവശ്യം പോയി നോക്കി, പക്ഷേ അവിടെ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, തണുപ്പും കാര്യങ്ങളും കാറ്റും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ നമുക്ക് കാണാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള കാഴ്ച ഇതെന്ന് വെച്ചാൽ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു തുടങ്ങി. അപ്പം ഇവിടുത്തെ മാനേജ്മെൻറ്റ് ആളെ നിർത്തിയത് ഇവിടുത്തെ ഇലകളെല്ലാം അവർ ഒരു സ്ഥലത്തോട്ട് ബ്ലോ ചെയ്തിട്ട് അത് വാക്യൂം ചെയ്ത് എടുത്ത് കൊണ്ടുപോകും. വീഡിയോയ്ക്ക് മുമ്പേ ഞാൻ എൻ്റെ ഫിഷിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ റോഡ്, റോഡും ഇതാണ് എൻ്റെ റെയില്. നമ്മളിവിടെ കടലിലാണ് ചൂണ്ടയിടാൻ പോകുന്നത്. അല്ലാതെ നമുക്ക് ലേക്കിലൊക്കെ ഇവിടെ ചൂണ്ടയിടണമെങ്കിൽ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പം കടലിൽ ഇടാൻ വേണ്ടി ഇവിടെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന എൻ്റെ ഇതാണ് റെയിൽ. അത്യാവശ്യം വലിയ റെയിലാണ്. റോഡ് ഇതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 3 ഇതായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റോഡാണ്. ഇങ്ങനെ വലിയ ഇതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് അത്യാവശ്യം നല്ല നീളമാകും. ഇത് 14 അടി സംതിങ് ഉണ്ട് ഇത്. അപ്പോൾ ഇതാണ് റോഡ് റെയിൽ. ഇതാണ് എൻ്റെ നൂലിതാ, ഈ ടൈപ്പാണ് ഞാൻ ഇടുന്നത്. പിന്നെ എൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം. വേറെ എന്ന് പറയാം, നമുക്കിവിടെ മെയിനായിട്ട് കിട്ടുന്നത് മാക്രലാണ് കൂടുതലും കിട്ടുന്നത്. പിന്നെ പൊള്ളോക്കെന്ന് പറഞ്ഞൊരു ടൈപ്പ് മീനുണ്ട്. ഇത് രണ്ടും ഇവിടെ കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പാണ് ചൂണ്ട നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ മാല പോലെ കിടക്കും, നാട്ടിൽ ഇടുന്ന ടൈപ്പല്ല. ഇതിങ്ങനെ കുറേ ഇങ്ങനെ മാല പോലെ ഇതിങ്ങനെ കിടക്കും, കണ്ടോ? ഇങ്ങനെ കിടക്കും മാല പോലെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇരയൊന്നും ഇടത്തില്ല. ഈ സാധനം തന്നെ, ഈ പേപ്പർ ഉണ്ട്, ഈ സാധനം തന്നെ ഇടുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ പോയി നമ്മൾ ഈ വലിക്കുമ്പോൾ ഇത് ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഈ തിളക്കം കാരണമാണ്, ഈ തിളക്കം കാരണമാണ് ഈ മീൻ ഓടി വന്ന് ഇതിൽ അട്രാക്ട് ചെയ്യുന്നത്. മീൻ പെട്ടെന്ന് വന്നിട്ട് ഇതിൽ ഇരയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്കും. അപ്പോൾ ഇത് നമുക്കിത് മാല പോലെ ഇങ്ങനെ മീൻ കിടക്കും ഇതിനകത്ത്. ഇപ്പോൾ എത്ര ചൂണ്ട ഇടുന്നത്? ചിലപ്പോൾ 6-7 ചൂണ്ട അല്ലെങ്കിൽ 8-12 ചൂണ്ടയൊക്കെ ഉണ്ട്, ഓരോരുത്തരിടുന്നുണ്ട്. അപ്പോൾ ആ ചൂണ്ടയിലപ്പോൾ നമുക്ക് കിട്ടും. അത് ആ ഏരിയയിലുള്ള മീനല്ല, നമുക്ക് ചിലപ്പോൾ ആ 12 ചൂണ്ടയിൽ മീൻ ഇങ്ങനെ വന്ന് നിരയായിട്ട് ഇങ്ങനെ കിടക്കും. ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ എല്ലാം ഇങ്ങനത്തെ ചൂണ്ടകളാണ് കേട്ടോ, ടൈപ്പാണ്. വേറെ എന്ന് പറയാം, ഇത് നമ്മൾ ഇതിൻ്റെ ഈ ചൂണ്ടയുടെ ഈ തുമ്പത്ത് കണ്ട ഇതുപോലത്തെ സംഭവമുണ്ട്, ഹുക്കുണ്ട്. ഇത് ഈ തുടക്കത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഇത് വെച്ചിട്ട് ഈ വെയിറ്റ് ആയി ഇതൊരു ചെറിയ വെയിറ്റ് ആയിട്ട് ഇച്ചിരി ഗ്രാമിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എറിയുന്നത്, എന്നാലേ ഇത് പോത്തുള്ളൂ കടലിലോട്ട് ദൂരോട്ട്, അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് ഇത് അവിടെ തന്നെ കിടക്കും. പിന്നെ ഇതെല്ലാം ചൂണ്ടകളാണ്, എല്ലാം പല ടൈപ്പ് ചൂണ്ടകളാണ്. ഇങ്ങനെ തിളങ്ങുന്ന ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ അടിക്കത്തുള്ളൂ മീൻ. ഈ മാക്കറിൽ പെട്ടെന്ന് ഈ മീനുക്കും കാണുമ്പോൾ ഓടി വന്ന് പെട്ടെന്ന് അടിക്കും. ഞാൻ ഈ ടൈപ്പ് ഒരു ചൂണ്ട മേടിച്ചായിരുന്നു, പക്ഷേ ഇത് എനിക്കൊന്നും കിട്ടിയൊന്നുമില്ല ഇത്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് എനിക്കൊന്നും ഇവിടെ ഒന്നും പ്രയോജനമായിട്ടൊന്നും അടിച്ചിട്ടൊന്നുമില്ല. ഇത്രയ്ക്കുള്ളൂ. അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം, നമുക്ക് ഫിഷിങ്ങിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇത് അയർലൻഡിൽ ഹൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫിഷിങ്. ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ്, എവിടെയാണ് ഞങ്ങൾ ഇടാൻ പോകുന്നത്. അയർലൻഡിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ലിഫ് വോക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ജസ്റ്റ് താഴെയാണ് ഈ ഫിഷിങ് നടക്കുന്ന ഏരിയ. ഇത് സീലെന്ന് പറഞ്ഞൊരു ടൈപ്പ് ജീവിയാണ്. ഇത് നമ്മുടെ കടൽ പന്നി എന്നൊക്കെ പറയത്തില്ല, അതാണിത്. ഇത് നമ്മൾ ചൂണ്ടയിടുന്നിടത്തൊക്കെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മളുടെ ചൂണ്ടയിൽ മീനുണ്ടെങ്കിൽ ഇത് വന്നിട്ട് കടിച്ച് മീനെ അല്ലെങ്കിൽ ചൂണ്ടയും പൊട്ടിച്ചുകൊണ്ട് ഇതങ്ങ് പോകും. ഇത് ക്ലിഫ് വോക്കിൻ്റെ താഴെയാണ്. ഇത് വിൻ്ററിലാണ്. വിൻ്ററിൽ ഒരുപാട് പേര് ഇവിടെ ഒന്ന് പിടിക്കും. അവിടെ അത് മാക്കറിലാണ് കെട്ടിയിരിക്കുന്നത്, അയല.
അയല എന്ന് പറയുന്ന മീനിൽ അതാണ് ആ ചൂണ്ടയിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ പൊള്ളോക്ക് എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അതും പൊള്ളോക്ക് വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷേ അയല, ഇവിടുത്തെ അയല നല്ല ടേസ്റ്റായി. നമുക്ക് അതിൽ കൈയോടെ കിട്ടുന്ന അയലയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.